അച്ഛന് ചോറ്, മീൻകറി, CD പാര മീൻകറി, പിന്നെ അതുപോലെ തന്നെ സലാഡ്, ചീരയില തോരൻ. ഇന്ന് മനുവും വന്നിട്ടുണ്ട്. കാരണം ഇന്നെനിക്കൊരു ഇനാഗുറേഷനുണ്ട്. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇനാഗുറേഷൻ. അത് 2 മണിക്ക്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 7:30 നമ്മുടെ വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേജ് ഷോ ഉണ്ട് എൻ്റെ അമ്പലത്തിൽ, നമ്മുടെ കോമഡി ഷോ. അപ്പോൾ ഇന്ന് 2 പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മനോജിയാണ് എന്നോടൊപ്പം വണ്ടി ഓടിക്കാൻ വരുന്നത്. കാരണം നമ്മുടെ സുഹൃത്താണ് അവൻ. എൻ്റെ വീടിൻ്റെ അവിടെ നിന്നൊരു 3 കിലോമീറ്റർ അപ്പുറമാണ് വില്ലൂർ, അവിടെയാണ് മനുവിൻ്റെ വീട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ മനു എൻ്റെ കൂടെ പ്രോഗ്രാമിനായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ അച്ഛനോട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർസേ കഴിക്കേ, മീനൊക്കെ എടുത്ത് കഴിക്കണം. നമുക്ക് പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഇറങ്ങും. ഒരുമിച്ച് കഴിച്ചിട്ട് പോകുന്നു. ഞാൻ ചപ്പാത്തിയാണ്, അപ്പോൾ വണ്ണം കുറയ്ക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് പരിപാടി ഉണ്ടച്ചാ, മയ്യനാട് ഒരു സ്കൂളിൽ ഇനാഗുറേഷനാണ്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വക്കം കേട്ടുണ്ടോ? വക്കം എന്നുള്ള സ്ഥലത്ത് പരിപാടിയുണ്ട്, ഉത്സവ പരിപാടി, നമ്മുടെ കോമഡി ഷോ കേട്ടോ. കഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ റെഡിയാവാം, പോകാനായിട്ടേ റെഡിയാവാം. സമയം 2 മണിക്കാണ് അവിടെ ഫംഗ്ഷൻ. ഇപ്പോൾ സമയം 12:45. മരുവും അച്ഛനും കൂടെ കഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞു. കഴിക്കട്ടോ അച്ഛാ. ഓക്കെ ആ. ഒരു 1 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. 2 മണിക്കാണ് അവിടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് 2 മണിക്കാണ് തുടങ്ങുമെന്ന് വിളിച്ചു പറഞ്ഞു. എന്നാലും 1 മണിക്കൂർ ഓട്ടമേ ഉള്ളൂ. ഇത് മയ്യനാട് സെൻട്രൽ തന്നെയാണ് ഈ സ്കൂള്, മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് ശേഷമാണ് പ്രോഗ്രാം ഉള്ളത്. പ്രോഗ്രാം ഇന്ന് വൈകിട്ട് 7:30 വക്കം മൂന്നാംപുരക്കൽ ദേവീക്ഷേത്രം, അവിടെയാണ് പ്രോഗ്രാം. 7:30 പറഞ്ഞിരിക്കുന്നത്. 8 മണിയോടുകൂടി തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മളൊരു 2:15 ആയപ്പോഴാണ് എത്തിയത്. ഇപ്പം എൻ്റെ കൂടെ ശ്യാം തൃക്കുന്നപ്പോഴേ ഉണ്ട് ഇന്ന് ഗസ്റ്റായിട്ട്. ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഇനി പ്രോഗ്രാമിന് തിരിച്ചു പോകേണ്ടത്. ഈ മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരാനുള്ള കാരണം എൻ്റെ സുഹൃത്തും ഞങ്ങൾ പുല്ലൂർ എസ് എൻ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് അനിൽ. അദ്ദേഹം ഇവിടുത്തെ അധ്യാപകനാണ്. അനിലാണ് എന്നെ ഈ സ്കൂളിലേക്ക് വിളിച്ചത്. 2018 ഈ സ്കൂളിൽ വിശിഷ്ടാതിഥിയായി വരാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വരാൻ കാരണം ഇവിടെ ഗസ്റ്റായിട്ട് വെച്ചിരുന്ന 2 വ്യക്തിത്വങ്ങൾക്ക് വരാൻ പറ്റാത്തൊരവസരമായി. അപ്പോൾ 2 ദിവസം മുമ്പാണ് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്, എടാ ഒരു ഫംഗ്ഷനുണ്ട് സ്കൂളിൽ, നിങ്ങളും കൂടി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നിട്ട് സ്നാക്സൊക്കെ കഴിച്ചു. ചായ ഞാൻ കുടിച്ചില്ല, ഒരു ജ്യൂസ് കുടിച്ചു. എന്നിട്ട് നേരെ നമ്മൾ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ MLA M നൗഷാദ് സാറാണ്. അപ്പോഴേക്കും പ്രിൻസിപ്പൽ ദീപ സോമൻ മാഡവും ഹെഡ് മാസ്റ്റർ ബിനു സാറും കൂടി ഞങ്ങളെ വേദിയിലേക്ക് കൊണ്ടുപോയി. നല്ലൊരു സദസ്സായിരുന്നു. അപ്പം പ്രോഗ്രാം ആരംഭിച്ചു. ഏകദേശം 2:45 കൂടിയാണ് ഫംഗ്ഷൻ ആരംഭിച്ചത്. ഈശ്വരപ്രാർത്ഥനയോട് കൂടി പ്രോഗ്രാം ആരംഭിച്ചു. ഈശ്വരപ്രാർത്ഥന തുടങ്ങിയപ്പോഴത്തേക്കും ആരാധനയായ ബഹുമാനായ MLA പ്രിയമുള്ള M നൗഷാദ് സാറ് സ്റ്റേജിലേക്ക് എത്തി. സാറുമായിട്ട് ഞാൻ പങ്കെടുത്തൊരു 3ാമത്തെ വേദിയാണിത്. അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം സാറിൻ്റെ വളരെ മനോഹരമായൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനും തിരക്കാണ്, അടുത്തൊരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ ഉള്ളതുകൊണ്ട് പ്രഭാഷണത്തിന് ശേഷം 2-3 പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം വേദിയിൽ നിന്നും വിടവാങ്ങി. അതിനുശേഷം 2-3 പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഞാൻ തോന്നെ സംസാരിച്ചില്ല, കാരണം 4:30 കൂടി അവിടുത്തെ അധ്യാപകരും കുട്ടികളും അവതരിപ്പിക്കുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. 2 മിമിക്രി കാണിച്ചു. അതിനുശേഷം അവിടുത്തെ കുട്ടികൾക്ക് കുറേ ട്രോഫികളും സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്തു. വളരെ സന്തോഷമായിരുന്നു. വളരെ മഹനീയമായൊരു വേദിയായിരുന്നു. നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഇതുപോലുള്ള വിദ്യാലയങ്ങളിലൊക്കെ ഒരു
ഗസ്റ്റായിട്ടൊക്കെ ചെന്ന് അവരുമായിട്ട് അല്പസമയം ചിലവഴിക്കുക എന്നുള്ളത്. അതിനുശേഷം ശ്യാം തൃക്കുന്നപ്പുഴയും അവാർഡുകളൊക്കെ കൊടുത്തു. തിരിച്ച് ഞങ്ങളൊരു 4:30 കൂടി അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വക്കം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പ്രോഗ്രാമിന് വേണ്ടി പോകുന്നത്. തീരദേശ വഴിയാണ് പോയത്. നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. കാരണം കാപ്പിൽ, പരവൂർ, അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലൂടെയാണ് പോകുന്നത്. പോകുന്ന വഴിക്കൊരു ബീച്ചിലൊക്കെ ഇറങ്ങി ഒരു വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. തിരിച്ച് വീണ്ടും ഞങ്ങൾ യാത്രയായി. ഏകദേശം ഒരു 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം ഓട്ടേ ഉള്ളൂ. ഇടയ്ക്ക് കുറേ റെയിൽവേ ക്രോസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 7 മണിയോട് കൂടി ഞങ്ങൾ വക്കം മൂന്നാമ്പുരയ്ക്കൽ ദേവീക്ഷേത്ര സന്നിധിയിലെത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് കർട്ടനെല്ലാം റെഡിയായി സെറ്റ് ചെയ്തു. കൃത്യം 7:45 തന്നെ ഞങ്ങളുടെ ഷോ ആരംഭിച്ചു. ഭക്തിഗാനത്തോടു കൂടി തിരുവനന്തപുരം കലാഭവനോടെ ടൈം ത്രില്ലർ കോമഡി ഷോ. വളരെ മനോഹരമായൊരു ഷോയാണ്. നിങ്ങളുടെയൊക്കെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇത് ബുക്ക് ചെയ്യുക. സ്കിറ്റും ഫിഗർ ഷോയും ഗെയിം ഷോയും സിനിമാറ്റിക് ഡാൻസും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള മനോഹരമായൊരു പ്രോഗ്രാമാണ്. അങ്ങനെ പ്രോഗ്രാം കറക്റ്റ് 2 മണിക്കൂർ 10 മിനിറ്റാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം. അത് നല്ലൊരു ഓഡിയൻസൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം ഗംഭീരമായി മുന്നേറി. അപ്പം നിങ്ങളുടെയൊക്കെ അടുത്ത ഉത്സവ വേദികളിലേക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ പ്രോഗ്രാം കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കേരളത്തിലുള്ള എല്ലാ പ്രമുഖ ഏജൻസികൾ വഴിയും ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യാവുന്നതാണ്. ടൈം ത്രില്ലർ കോമഡി സ്റ്റേജ് സിനിമ. അപ്പം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. മനുവിനെ ഫ്രണ്ടിലിരുത്തി. മനു അത്യാവശ്യം വീഡിയോസ് എല്ലാം എനിക്ക് അവൻ എടുത്തു തന്നു. തിരുവനന്തപുരം കലാഭവനയുടെ 3ാമത്തെ വർഷമാണിത്. 3ാമത്തെ വർഷത്തെ പ്രോഗ്രാമാണ് ഇത്. ഈ പ്രോഗ്രാമിൽ ശ്യാം തൃക്കുന്നപ്പുഴ, അദ്ദേഹം ഇപ്പോൾ ഫ്ലവേഴ്സിലെ ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനായ കലാകാരനാണ്. അതുപോലെ അഭിജിത്ത് കൊല്ലം ഒരു ചിരി ബമ്പർ ചെയ്ത പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനാണ്. പിന്നെ മനോജ് മുക്കൂട്, അദ്ദേഹം അമൃതയിലെ പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനാണ്. അതുപോലെ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലൂടെ ശ്രദ്ധേയനാണ്. അങ്ങനെ ഒരു ഓഡിയൻസിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഷോയാണ്. നിങ്ങൾ 3 ചേച്ചിമാരെയും 3 ചേട്ടന്മാരെയും ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു. അവരുമായിട്ടൊരു ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അത് വളരെ വിജയമായിരുന്നത്. അപ്പോൾ സമ്മാനം കൊടുക്കാനായിട്ട് വിളിച്ചപ്പോൾ അവരുടെ എല്ലാം മക്കളെയും കൂടി അവർ വേദിയിലേക്ക് ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ വളരെ ഗംഭീരമായൊരു പ്രോഗ്രാമായിരുന്നു ഇത്. ഞാൻ സ്റ്റേജുകളിൽ സ്ഥിരമായി ചെയ്യുന്നത് ലാലേട്ടൻ്റെ ഒരു രൂപഭാവം ശബ്ദമൊക്കെ ചെയ്യും. അപ്പം ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന സിനിമയിലെ ഒരു ക്യാരക്ടറാണ് ഞാൻ സ്റ്റേജിൽ ചെയ്തത്. അപ്പോൾ മുടി എൻ്റെ കറക്റ്റ് ഒതുങ്ങാത്തതുകൊണ്ടാണ് ഞാനൊരു ക്യാപ്പ് വെച്ചിട്ടാണ് ഈ ഫിഗർ സ്റ്റേജിൽ ചെയ്യുന്നത്. എല്ലാ സ്റ്റേജുകളിലും ഞാൻ ലാലേട്ടൻ്റെ ഒരു ഫിഗറും വോയിസും ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇത് ഫിഗർ ഷോയുടെ എൻ്റെ ഒരു ഫിഗർ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം ഒരുപാട് ലെങ്തായി പോകുന്ന വീഡിയോ. അപ്പം പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. ഗെയിം ഷോയ്ക്കും ഫിഗർ ഷോയ്ക്കും ശേഷം ഒരു ചെയിൻ സോങ്ങോട് കൂടി നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ ചേട്ടൻ്റെ പാട്ടുകൾ കോർത്തിണക്കിയൊരു ചെയിൻ സോങ്ങോട് കൂടി ഞങ്ങളുടെ തിരുവനന്തപുരം കലാഭവനോടെ ടൈം ത്രില്ലർ കോമഡി ഷോ അവസാനിച്ചു. അങ്ങനെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞു. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പ്രോഗ്രാം കാണാൻ വേണ്ടി ഉണ്ടായിരുന്നു. തിരുവനന്തപുരം നർമ്മകലയിലെ വിനോദും, അമൽബാല, അതുപോലെ തന്നെ രാജീവ്, അസിം ഷാ, ഇങ്ങനെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പ്രോഗ്രാം കാണാൻ വേണ്ടി എത്തി. അപ്പോൾ ഓക്കെ, അങ്ങനെ തിരുവനന്തപുരം കലാഭവനയുടെ പ്രോഗ്രാം ഇന്നിവിടെ വൈൻഡപ്പായി. അപ്പോൾ ഓക്കെ, ബൈ.